പത്തനംതിട്ട എന്ന് പറയുന്നൊരു സ്ഥലം, ആ സ്ഥലം അങ്ങനെ ആർക്കും വലിയ താല്പര്യമില്ലാത്തൊരു സ്ഥലമാണ്. അത് ശ്രദ്ധിച്ചാൽ മതി. നമ്മള് പലയിടത്താണെങ്കിലും എന്റെ ഫ്രണ്ട് പോലും ആള് കൊല്ലംകാരനാണ്. എന്തെങ്കിലും പറയുമ്പോഴേ എന്റെ അടുത്ത് പറയും കൊല്ലത്തിന്റെ പകുതിയല്ലേ പത്തനംതിട്ട, പിന്നെ കൊണ്ടുപോയതല്ലേ നിങ്ങൾ, അങ്ങനെ ഒരു ജില്ലയുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്കൊന്നു ഞാൻ തുപ്പൽ പൊട്ടാസയുടെ പത്തനംതിട്ടയുടെ കണ്ടന്റ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഇതുപോലെ പത്തനംതിട്ട എന്നൊരു സ്ഥലമുണ്ടോ, അത് ഏതാ സ്ഥലം, അത് ഇത് പട്ടിക്കാടാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര. അപ്പൊ എനിക്കറിയാം ഇതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ ഞാൻ ഈ പത്തനംതിട്ടയുടെ കണ്ടന്റ് ഒക്കെ ചെയ്യുന്നത് വെറുതെ ആവും. ഇപ്പോ നിങ്ങൾ പറയുന്നല്ലോ പത്തനംതിട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ടോ, ആർക്കും താല്പര്യമില്ല എന്നൊക്കെ. നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ശബരിമലയിൽ പോകുന്നുണ്ടെങ്കിൽ അയാളോട് ചോദിക്കുക, ചേട്ടാ ഈ പത്തനംതിട്ട എവിടാന്ന്, അയാൾ പറഞ്ഞുതരും. പിന്നെ നിങ്ങൾ കേരളത്തിലുള്ള ഏത് ജില്ലയിൽ പോയാലും പോട്ടെ, സൗത്ത് ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനങ്ങളിൽ പോയാലും ഹൈവേ വഴി പാസ് ചെയ്യുമ്പോൾ ഒരു ബോർഡ് കാണാം, ശബരിമല ഇത്ര കിലോമീറ്റർ എന്നും പറഞ്ഞുകൊണ്ട്. അത് ഉഗാണ്ടയ്ക്ക് പോകുന്ന വഴിയല്ല, ശബരിമല ഉഗാണ്ടയിലല്ല, ചെക്കോസ്ലോവാക്യയിലല്ല, നമ്മുടെ പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിലുള്ള വഴിയാണ് നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ പത്തനംതിട്ടയിൽ എന്തുണ്ട്, ആർക്കും വലിയ താല്പര്യമില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നു. നമ്മുടെ ലാലേട്ടൻ പത്തനംതിട്ടക്കാരനാണ്, നമ്മുടെ നയൻതാര പത്തനംതിട്ടക്കാരിയാണ്, അടൂർ ഭവാനി, കവിയൂർ പൊന്നാൻ, ഇങ്ങനെ പറയുന്ന പല ലെജൻസും നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നവരാണ്. നമ്മൾ ആ ഒരു ജില്ലക്കാരെയും കളിയാക്കാൻ വരുന്നില്ല. നിങ്ങൾക്കും പലതും കാണും, നമുക്കും ഉണ്ട്. നിങ്ങൾ പത്തനംതിട്ട ഒരു പ്രാവശ്യം ഒന്ന് വന്ന് നോക്കി ഇവിടേക്ക് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? നിങ്ങളുടെ പേരെന്തോന്ന്? നിങ്ങളുടെ ചാനലിന്റെ പേരും തുപ്പൽ പൊട്ടാസ് അല്ലേ? പിന്നെ അധികം പത്തനംതിട്ടക്കാരെ ചൊറയാൻ നിന്നാലേ ഞങ്ങൾ കയറി അങ്ങ് മാന്തും. ഒന്ന് പവർ കാണിച്ച പിള്ളേരെ നമ്മുടെ വാ.